ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുക എന്നത്. അതിനുവേണ്ടി 1000 ആപ്പുകൾ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിളുമാണ്. എന്നാൽ ഇതിൽ എത്ര ആപ്പുകളാണ് സുരക്ഷിതമായിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത്, അതായത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ കൊച്ചു തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു വാർത്തയാണ്. 21 വയസ്സുകാരനായ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തത്. എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഇതുപോലെ ഒരു ലോൺ ആപ്പിൽ നിന്ന് അയാൾ 40,000 രൂപ കടമെടുത്തിരുന്നു. പക്ഷേ അത് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ ആ യുവാവിന്റെ മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സ് ഉള്ളവർക്ക് ഇവർ അയച്ചു കൊടുത്തു. ഇതിൽ മനം നൊന്താണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ഇത് ഈ ലോൺ ആപ്പ് കാരണം എത്രാമത്തെ ആളാണ് നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നത്? ഇതിനൊന്നും യാതൊരു കണക്കുമില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ അവബോധം ഇത്തരം ആപ്പുകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണ കുട്ടിക്കും നൽകുക എന്നതാണ്. ഈ ഇല്ലീഗലായ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഗാലറിയും നമ്മുടെ കോണ്ടാക്റ്റും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ അവർ ചോദിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും ഇല്ലാത്ത മനുഷ്യർ ഇത് അക്സെപ്റ്റ് ചെയ്ത് വിടുകയും അവരിൽ നിന്ന് പണം എടുക്കുകയും ചെയ്യും. ഇവിടെയാണ് അവർ ആദ്യത്തെ ട്രാപ്പിൽ വീഴുന്നത്. ഒരിക്കൽ പണം എടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം തിരിച്ചടയ്ക്കാനായിട്ട് അവർ പറയും. ആ ദിവസത്തിനുള്ളിൽ നമ്മൾ പൈസ തിരിച്ചടച്ചില്ല എങ്കിൽ പിന്നെ വരുന്നത് ഭീഷണിയാണ്. പലരും ഈ ഭീഷണിയുടെ ട്രാപ്പിൽ വീണു പോകും എന്നതാണ് സത്യം. കാരണം അവർക്ക് നമ്മുടെ കോണ്ടാക്ട്സും നമ്മുടെ ഗാലറിയും ആക്സസ് ചെയ്യാൻ കഴിയും. നമ്മുടെ കോണ്ടാക്ട്സിലുള്ളവർക്ക് അശ്ലീല മെസ്സേജുകൾ അയക്കാൻ കഴിയും. നമ്മുടെ ഗാലറിയിലുള്ള നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ് അവർക്ക് എടുത്ത് മറ്റുള്ളവർക്ക് അയച്ച് നമ്മളെ നാണം കെടുത്താൻ കഴിയും. ഇത്തരം ആപ്പുകൾക്കെതിരെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം ആപ്പുകൾ അവർ ബാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ ബാൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു പേരിൽ അവർ വീണ്ടും പൊങ്ങി വരും. ഇത് തടയാൻ നമ്മുടെ സർക്കാരുകൾക്കോ നമ്മുടെ സിസ്റ്റത്തിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഈ ആപ്പുകൾ ചെയ്യുന്നത് നമുക്ക് 4000 രൂപ അവർ ലോണായി തന്നാൽ പിന്നീട് അവർ പലിശയായി 8000 തിരിച്ചടയ്ക്കണമെന്ന് പറയും. ഇതൊക്കെ വരുമ്പോൾ ആളുകൾ മാനസിക സമ്മർദ്ദത്തിലാവുകയും പിന്നീട് ജീവൻ പോലും കളയാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ലോൺ എടുക്കുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ആപ്പുകളെല്ലാം RBI അംഗീകൃതമാണോ എന്ന് മാത്രമല്ല, ഇതെല്ലാം NBFC അംഗീകൃതമാണോ അല്ലെങ്കിൽ NBFC അംഗീകൃതമായ ബാങ്കുമായി അറ്റാച്ച്ഡ് ആണോ എന്നാണ്. ഇതെങ്ങനെ നോക്കാമെന്നാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി അതിന്റെ ഡീറ്റെയിൽസിൽ നോക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ 7 ദിവസത്തെ കാലാവധിക്കുള്ളിൽ അടയ്ക്കണം. പ്രോസസ്സിംഗ് ഫീ ചോദിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സും നമ്മുടെ ഗാലറിയും ആക്സസ് ചെയ്യാൻ ചോദിക്കുന്നവർ ഇവരൊന്നും തന്നെ ലീഗലായിട്ടുള്ള ആപ്പുകളല്ല. NBFC അംഗീകൃത ആപ്പുകൾ ഒന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലോൺ തരുന്നതിന് മുമ്പ് ചോദിക്കാറില്ല എന്നതാണ് സത്യം. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല എന്നതാണ് സത്യം. ഇത്തരം ആപ്പുകൾ ബാൻ ചെയ്യുന്നതിനൊപ്പം ഈ കാര്യങ്ങളിലെല്ലാം ജനങ്ങൾക്ക് അവബോധം നൽകുക തന്നെ വേണം. ഇത്തരം അവബോധങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ട്രാപ്പുകൾ വീഴാതെ നമ്മളുടെ സാധാരണ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. കാരണം ഇത്തരം ഭീഷണികൾ പെട്ടെന്ന് വീണു പോകുന്നവരാണ് സാധാരണ മനുഷ്യർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സൈബർ പോലീസും ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ സൈബർ നിയമങ്ങളെല്ലാം വളരെ വീക്കാണ്. സൈബർ നിയമങ്ങൾ ശക്തമായില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് അവബോധം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിച്ച 21 വയസ്സുകാരനെ പോലെയുള്ള ആളുകൾക്ക് ഇനിയും ജീവൻ വിടേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.